പീഠം കണ്ടെത്തിയതിൽ വിശദീകരണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി. കോവിഡ് കാലത്ത് കോട്ടയത്തുള്ള സുഹൃത്താണ് പീഠത്തിന്റെ ജോലികൾക്കായി ശബരിമലയിലെത്തിയത്. പീഠം ശില്പത്തിൽ യോജിക്കാതിരുന്നതോടെ കോട്ടയത്തുള്ള സുഹൃത്ത് പീഠം മടക്കിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നീട് 4.5 വർഷമായി സൂക്ഷിച്ചിരുന്നത് കോട്ടയത്തുള്ള സുഹൃത്താണ്. പീഠം കാണാനില്ല എന്ന് താൻ പറഞ്ഞപ്പോഴാണ് സുഹൃത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം. CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിലാൽ, ഇതൊരു ഓർമ്മപ്പിശക് മാത്രമെന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തന്റെ ഭാഗം വിശദീകരിക്കുമ്പോഴും അത് ആകമാനം കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം 2 ആഴ്ച മുൻപ് മാധ്യമങ്ങളിലൂടെ താൻ ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് അതിനോട് അടിസ്ഥാനമായിട്ടുള്ള ചില പീഠങ്ങൾ കൂടി നിർമ്മിച്ച് നൽകിയിരുന്നു എന്നുള്ള ഒരു വിശദീകരണം വരികയും ആ പീഠം പക്ഷേ അളവിലെ വ്യത്യാസം കാരണം യോജിക്കാതെ വരികയും പിന്നീട് ആ പീഠത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്ന വിശദീകരണം നൽകുകയുമാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ ദേവസ്വം ബോർഡിനെ ആകെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരണം അവസാനിപ്പിച്ചതെങ്കിൽ ഈ പ്രതികരണം ടെലിവിഷൻ ചാനലിലും പിന്നീട് പത്രങ്ങളിലും ഒക്കെ തന്നെ വന്നതിനെ തുടർന്നാണ് കോട്ടയത്തുള്ള തൻ്റെ സുഹൃത്ത് തന്നെ ബന്ധപ്പെടുകയും തൻ്റെ പക്കലാണ് ഇപ്പോൾ പീഠങ്ങൾ രണ്ടും ഉള്ളത് എന്ന് വിശദീകരിക്കുന്നു. പിന്നീട് ഈ മാസം 13-നോ 14-നോ താൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ അദ്ദേഹവും മകളും കൂടി നേരിട്ടെത്തി ഈ പീഠങ്ങൾ കൈമാറുകയാണ് ഉണ്ടായത്. ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി അദ്ദേഹം തൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഇത് ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നത്. എന്നാൽ തനിക്ക് 4.5 വർഷമായി അറിവില്ലാത്ത പീഠം പിന്നീട് കയ്യിൽ ലഭ്യമായി എന്നുള്ള കാര്യം ദേവസ്വം ബോർഡിനെയോ അതല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിനെയോ അറിയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും അതിന് അദ്ദേഹം നൽകിയ മറുപടി വിചിത്രമാണ്. കാരണം 4.5 വർഷമായി ഇത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് തനിക്ക് യാതൊരു ബോധ്യമില്ല എന്ന് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുകയും പിന്നീട് തൻ്റെ കൈവശം വരികയും ചെയ്തു എന്ന് വിശദീകരിക്കുകയും ചെയ്താൽ തൻ്റെ ആദ്യത്തെ നിലപാടിൽ ചില സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടും ഒപ്പം തന്നെ കോട്ടയത്തുള്ള ഈ സുഹൃത്ത് കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്നതിനാൽ തന്നെയാണ് താൻ ആ വിഷയത്തിൽ മൗനം പാലിച്ചതെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.